ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. സെലറ്റിക് ക്രോസ് റീഡിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള കാർഡ്സ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂവിന് ചോദിച്ചതാണ്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ റൂട്ട് ഇഷ്യൂവിൽ നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുടെ ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഓഫർ ആയിരിക്കും, ജോലി സംബന്ധമായിട്ടുള്ള ഓഫർ ആയിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല, പ്രതീക്ഷ വരുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് കയ്യിൽ നിന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. അത് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ ലേറ്റ് ആകുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ള റൂട്ട് കോസ്റ്റ് എന്താ, അതിന് കാരണം എന്താണ് എന്ന് നോക്കിയപ്പോൾ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 5 ഓഫ് കപ്പിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാത്തതിന് കാരണം അതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സമയമെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ നിങ്ങൾ കാരണം, നിങ്ങളുടെ തോട്ട് കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ജഗ്ലിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് കാരണം ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ആ നഷ്ടങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും റീഡിംഗ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന് അറിയത്തില്ല ഇത് നെഗറ്റീവാണെന്നും പോസിറ്റീവാണെന്നും അറിയത്തില്ല. നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യമായിരിക്കും നിങ്ങളിലേക്ക് ഫോക്കസ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ വളരെ വിഷമത്തിൽ കൂടിയാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഫേസ്ബുക്കിൽ മുഴുവനും വന്നു ചേരുന്നത് ഒരുപാട് സാഡ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്നതും കരയിപ്പിക്കുന്നതുമായിട്ടുള്ള ചില ഡയലോഗുകളായിരിക്കും. അങ്ങനെയുള്ള കാര്യമായിരിക്കും പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നമ്മൾ സോഷ്യൽ മീഡിയ വിട്ടുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി നോക്കുക. നിങ്ങൾക്ക് ഇന്നൊരു 10 ബട്ടർഫ്ലൈയെ കാണണമെന്ന് നിങ്ങളുടെ മനസ്സിൽ കരുതുക. മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം പല നിറത്തിലുള്ള ബട്ടർഫ്ലൈയെ നിങ്ങൾക്ക് കൊണ്ടുതരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊരു റെഡ് കാറ് അല്ലെങ്കിൽ വൈറ്റ് കാറ് നിങ്ങൾക്ക് 10 എണ്ണം കാണണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് പ്രപഞ്ചം 10 വൈറ്റ് കാറിനെ നിങ്ങളുടെ മുന്നിലൂടെ പലപ്പോഴായിട്ട് കടന്നു പോകുന്നതായി കാണാം. അത് ചില കുട്ടികൾക്ക് അത് മനസ്സിലാകുമായിരിക്കും, മുതിർന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ അട്രാക്ട് ചെയ്യുന്നത് അതായിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചില നല്ല ഓഫറുകൾ വരുന്നതിന് ജഗ്ലിംഗ് സംഭവിക്കുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയാണ് അതിന് കാരണം. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ നഷ്ടത്തെയാണ് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നോ നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ജോലി, അതിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം പോലും പകുതിക്ക് വേണ്ടി ജഗ്ലിംഗ് ആയി പോകുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥ കാരണമാണ്. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്തതിന് കാരണം നിങ്ങളുടെ തോട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത്? എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ട വ്യക്തിയല്ല, ഞാൻ ഇതിൽ നിന്നും പുറത്ത് വരേണ്ടതായിട്ടുള്ള ആളാണ്. ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇനി ചിന്തിക്കുകയില്ല, പറയുകയില്ല. എന്നെ ബാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും ഞാൻ ഇടപെടത്തുമില്ല. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ, ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുകയും മറ്റുള്ളവരെ പറ്റി അനാവശ്യങ്ങൾ വന്ന് നമ്മളോട് പറയുക, അത് കേട്ടിരിക്കുന്നത് പോലും നമ്മുടെ ഉപബോധ മനസ്സ് ആ നെഗറ്റീവിനെയാണ് അട്രാക്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അതല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരുന്നതും ഒരു ചതിയും വഞ്ചനയുമായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കാം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ചതിയും വഞ്ചനയുള്ള വ്യക്തികൾ അവിടെ
സൃഷ്ടിക്കപ്പെടുന്നു, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങൾക്കെതിരായിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള നിങ്ങളെ ബാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിലവിൽ നിങ്ങൾക്ക് ഓൾറെഡി കുറേ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്. അതിനെ നിങ്ങൾ ഇത് നഷ്ടപ്പെട്ടത് മറ്റൊരു വേയിലൂടെ പോകുന്നതിന് വേണ്ടിയാണെന്ന് നഷ്ടങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ശ്രമിക്കുക. ഇപ്പം അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. റീസെൻറ്റ് പാസ്റ്റിൽ എൻ്റെ വ്യൂസിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ഒരുപാട് മാനസികമായിട്ടും നിങ്ങൾ തകർന്നു പോയ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ മറ്റുള്ളവരിൽ കൊടുത്തിരുന്നതായിട്ട് ട്രസ്റ്റ് ആയിരിക്കും. മറ്റുള്ളവരെല്ലാം നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ആ ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങളെ കെട്ടി നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ, മുന്നോട്ടൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥ, ഒരുപാട് അപമാനങ്ങൾ നേരിടുന്ന അവസ്ഥ, പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, കടക്കെണിയാൽ നിറച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ പോലും അറിയാതെ ചില സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, ട്രസ്റ്റ് കരുതി. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആരും അറിയാതെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ആരോടും ഒന്ന് തുറന്ന് പറയാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ ഈ അടുത്ത സമയത്തായി നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങളെ സ്വയം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. ഒരുപാട് റിഗ്രറ്റ് തോന്നുന്നതായിട്ടുള്ള, ഒരു ഗിൽറ്റി ഫീൽ തോന്നുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജിയെ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പോസിറ്റിവിറ്റി ഇത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നു ചേരുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് തൊട്ടു നോക്കുവാൻ പോലും സാധിക്കുകയില്ല. നിങ്ങളുടെ മുന്നിൽ വരും, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ ദൂരത്തേക്ക് ആയി പോകും. ഇത് കർമ്മ കാർഡ് കൂടിയാണ്. നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത്, അത് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലൊന്നും തൊട്ട് നോക്കാൻ പോലും നിങ്ങൾക്ക് സാഹചര്യം ലഭിക്കില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 5 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മയാണ്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഇവിടെ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള കപ്പുകൾ, ഇവിടെ അനുഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അനുഗ്രഹം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുന്നുണ്ട്. നിയർ ഫ്യൂച്ചറിൽ, ഇന്നല്ലെങ്കിൽ നാളെ, ഈ അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിട്ടിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനെ ഓർക്കുക, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള 7 ഓഫ് കപ്പ്, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റികൾ, ഭാഗ്യം, ജോലി, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള മുന്നേറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിലേക്ക് വന്നു ചേരുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള, നിങ്ങളുടെ ഇപ്പോൾ അഫർമേഷൻ ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അടുത്ത നോക്കാം, നിങ്ങൾക്ക് ലോങ് ടൈം ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്പിരിച്വലായിട്ട് നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഭാവി തന്നെ നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷൻ പവർ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ പെയിൻ സിറ്റുവേഷൻ, ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ ഇവിടെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നത്തെയും നിങ്ങൾ കാൽ ചുവട്ടിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതെന്തെന്നും മോശം എന്തെന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വത പ്രപഞ്ചശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് തരികയും നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ലഭിക്കുകയും നിങ്ങളുടെ ജീവിതം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലൈറ്റനിങ് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ ലൈഫ് ഒരു ഫ്രൂട്ട്സ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നെ കാണുന്ന ചില വ്യക്തികൾ ഒന്നുകിൽ സ്പിരിച്വലായിട്ട് ഒരുപാട് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ടാരോ റീഡിങ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും തന്നെ മറ്റുള്ളവർക്ക് ഹീലിംഗ് സംഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഹീലിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ സംസാര രീതി പോലും മറ്റുള്ളവർക്ക് ഹീലിംഗ് ആകുന്നു. ഭാരം ചുമക്കുന്നവർക്കും വിഷമിക്കുന്നവർക്കുമായിട്ടുള്ള പല വ്യക്തികൾക്കും നിങ്ങളൊരു സൊല്യൂഷനായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം കണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഒരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ലോങ് ടൈം ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ കണ്ട് പഠിക്കുന്നു. നിങ്ങൾ എങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പ്രകാശമായി മാറിയിരിക്കുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളിലേക്ക് ഉണ്ട് എന്ന് വരുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പേഴ്സണൽ ലൈഫ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണ്? ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫ്? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരിക്കലുമില്ല. നിങ്ങളെ സറൗണ്ട് ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഓറ നിങ്ങളെ ചുറ്റിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ പ്രാർത്ഥന ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പല വ്യക്തികളുടെയും ചതിയെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പോലും അറിയുന്നില്ലായിരിക്കാം ഇങ്ങനെ ഒരു ശക്തി നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന്. ഓക്കെ, ഇപ്പം നിങ്ങളെ ചതിക്കുന്ന വ്യക്തികൾ, നിങ്ങളെ പറ്റിക്കുന്ന വ്യക്തികൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നത് അത് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു കാര്യമാണ്. നിങ്ങൾ പല വ്യക്തികളെയും മുഖംമൂടി അണിഞ്ഞു വരുന്ന വ്യക്തികളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വിശ്വസിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രപഞ്ചം തന്നെ ഈ വ്യക്തി ശരിയല്ല, ഈ വ്യക്തി നിന്നെ ചതിക്കുകയാണ്, അവർ കാണിക്കുന്നതായിട്ടുള്ള ചില കള്ളങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രപഞ്ചം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങളെ ആര് ചതിച്ചിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആര് മോശം സംസാരിച്ചിരുന്നാലും അത് പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ആർക്കും കൺകെട്ട് വിദ്യ കാണിക്കുവാനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് ചെയ്യുവാനോ സാധിക്കുന്നില്ല. അധികകാലം നടക്കത്തില്ല. കുറച്ച് നാൾ നിങ്ങൾ ഒരു പക്ഷേ ചീറ്റ് ചെയ്യപ്പെടും, പക്ഷേ ജീവിതകാലം മുഴുവനും നിങ്ങളെ ചതിച്ചുകൊണ്ട് അവർക്ക് നിൽക്കുവാൻ സാധിക്കില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കാരണം, ആ ഒരു ഓറോ വലയം കാരണം നിങ്ങൾക്ക് പലതും മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്താണ്? ഓക്കെ, നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് പല വ്യക്തികളും നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒളിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളായിരിക്കാം, അയൽക്കാരായിരിക്കാം. എപ്പോഴും നിങ്ങളിൽ എന്താണ്, നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. ഓക്കെ, അതൊരുപാട് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ചില വ്യക്തികൾ ഒന്നിലധികം ആൾക്കാരാണ് നിങ്ങളുടെ കാര്യങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഏതിനാണ് പോയത് എന്ന് അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് മനോധൈര്യം ഉണ്ടെങ്കിലും പുതിയ ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിലും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നല്ല ഐഡിയ കൊണ്ടുവന്ന് നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അതിനെ നേരെയാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അംഗീകാരം മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, പലപ്പോഴും നിങ്ങൾ രാപകലില്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. പക്ഷേ അവസാനം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് അതിൻ്റെ 7 അയലത്ത് പോലും ഇല്ലാത്ത ഒരവസ്ഥ, മറ്റാരെങ്കിലും
ഓസിന് നമ്മളിങ്ങനെ പറയത്തില്ല, ഇങ്ങനെ ഓസിന് നിന്നിട്ട് കാര്യങ്ങൾ സാധിച്ചു പോകുന്ന വ്യക്തികൾ, അതുപോലെ അങ്ങും ഇങ്ങും തട്ടിയും തടവി നിൽക്കുന്ന വ്യക്തികൾക്ക് അംഗീകാരം കിട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത്. അത് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നാലും നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് തരികയും നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പൈസയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എഫേർട്ടിന് മറ്റു ചില വ്യക്തികൾക്ക് അംഗീകാരം, പൊസിഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് നിലവിലുള്ളത്. ഓക്കെ, ഇപ്പം സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനിറങ്ങി തിരിച്ചിരുന്നാലും അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്യുന്നു, മറ്റ് ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ പലപ്പോഴുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ചഞ്ചലപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും തേർഡ് പാർട്ടിയോടാണോ സ്നേഹം, നിങ്ങളോടാണോ സ്നേഹം എന്നുള്ള കമ്പയറിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, എനിക്കാണോ ജോലി കിട്ടുന്നത്, അവർക്കാണോ, അവരോടാണോ താല്പര്യം, ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തകർക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ വിജയത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ താരതമ്യം ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതിൽ നിന്നൊന്നും മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളെ ചിലപ്പോഴൊക്കെ ഭയപ്പെടുത്തുന്നതായി കാണുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഈ കമ്പാരിസൺ കാരണം നിങ്ങൾക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ? നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് സെറ്റ് ചെയ്യും, എനിക്കത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ തന്നെ വിധി എഴുതുന്നു. പ്രപഞ്ചം നിങ്ങൾക്കത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചിലപ്പം നമുക്ക് ചില ചലഞ്ചിങ് വരുന്ന സമയമായിരിക്കാം. ആ ചലഞ്ചിങ്ങിൽ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് വിധി എഴുതും, എനിക്കത് നഷ്ടപ്പെട്ടു പോകും. ആ ഒരു ഭയമാണ് നിങ്ങൾക്കുള്ളത്. ചില കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. പലപ്പോഴും ഓവർ തിങ്കിങ് കാരണം നിങ്ങളെ താഴ്ത്തി കെട്ടുന്നു, നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് സ്വയം തന്നെ നിങ്ങൾ വിലയിരുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങളെ മറ്റുള്ളവർ കുറ്റം വിധിക്കുമോ, നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുമോ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു വരുമോ എന്നൊക്കെ ചിലവർക്കുമല്ല ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ളൊരു ഭയം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലൈഫ് ലെസൺ എന്ന് പറയുന്നത് 5 ഓഫ് കപ്പിൻ്റെ എനർജി, 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ലൈഫ് ലെസണിൽ 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇവിടെ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് പ്രപഞ്ചം തന്നെയാണ്. നിങ്ങളുടെ ജീവിതം പ്രപഞ്ചം ഒരു കണക്ഷനിലൂടെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. അത് ഒന്നിലധികം വ്യക്തികളാണ് നിങ്ങളെ ഒരു സൈക്കിൾ പോലെയാണ് പ്രപഞ്ചം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയും ആ വ്യക്തി മറ്റൊരു വ്യക്തിയെയും കണക്ട് ചെയ്താണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല എനർജികൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ എനർജിയെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തെ നിങ്ങൾ മറ്റുള്ളവർ കാരണം നശിപ്പിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ഓറയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇവിടെ പ്രപഞ്ചം ഒരു കണക്ഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ സഹായം മറ്റൊരു വേയിലൂടെ വരും എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും ദൈവത്തിൽ നിന്ന് നേരിട്ടല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇവിടെ ഒരു സഹായം ചെയ്യുമ്പോൾ അത് നമുക്ക് മറ്റൊരു ദിശയിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. പ്രപഞ്ചം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു 10 രൂപയാണുള്ളത്. അതിൽ നിന്ന് 1 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു ആഹാര സാധനം ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ, അവരുടെ മെഡിസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ 1 രൂപ കൊടുക്കുന്നു എങ്കിൽ, പ്രപഞ്ചം നിങ്ങൾക്ക് ഇപ്പുറത്ത് 100 രൂപ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ കൊടുത്ത വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ കൊടുത്ത ആൾക്ക് തിരിച്ച് നമ്മളോട് ഒരു നന്ദിയും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു വശത്ത് നിന്നല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രപഞ്ചം മറ്റൊരു ദിശയിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു സഹായം ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുള്ളവർ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വ്യൂസിന് ഒരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടായതിനാൽ ഞാൻ നന്ദി പറയുന്നു പ്രപഞ്ചത്തോട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.